പേരും അങ്ങനെ പൊരിഞ്ഞ ഫൈറ്റിലാണ്. മാതൃ പറയും, ഇത്തവണ നിനക്ക് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. എന്റെ പവറിന് മുൻപില് നീ ഒന്നും അല്ലാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്ന് ആഞ്ഞു വെട്ടും. പക്ഷെ ഇത്തവണ പതിവിന് വിപരീതമായിട്ട് ആശ്രാമയായിരിക്കും താഴേക്ക് വീഴ. അപ്പൊ ഒരു സെക്കൻഡ് വീണ്ടും അവർ പഴയ മെമ്മറീസ് അത് ആലോചിക്കും. അവർ രണ്ടുപേരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തതും അവരുടെ ഡ്രീംസ് അത് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. സാക്ഷാൽ ഹാസുരാമ മാതുരയുടെ പുറത്ത് അങ്ങനെ വലിയൊരു കത്തി കുത്തിയിറക്കി നിൽക്കുകയാണ്. മാതുര മുൻപിലേക്ക് നോക്കും. മുൻപിൽ കണ്ട ഹാസുരാമ അത് റിയൽ ഹാസുരാമയല്ല, അവന്റെ ബുദ്ധിത്വമാണ്. അത് അവന്റെ വുഡ്ക്ലൗണാണ്. മാതുരാണെങ്കിൽ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഹാസുരാമ പറയും, എന്റെ ജീവൻ കൊടുത്തും എന്റെ വില്ലേജിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ആര് വിചാരിച്ചാലും അത് തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ മാതുര താഴെക്കിടും. ഒരുപാട് ദേഷ്യവും വേദനയും കടിച്ചമർത്തി മാതുര പറയും, ഹാസുരാമ നീ ഒരുപാട് ചേഞ്ച് ആയി പോയി. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഹാസുരാമ പറയും, അന്ന് അവിടെ വെച്ച് മാതുര ഞാൻ കൊന്നു. മാതുര എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവരെ കൊന്നതില് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ വീണ്ടും എങ്ങനെ തിരിച്ചു വന്നു എന്ന് മാത്രം എനിക്ക് അറിയില്ല. ഞാനെല്ലാം ചെയ്തത് ഞങ്ങളുടെ വില്ലേജിന് വേണ്ടിയാണ്. എന്റെയും മാതുരയുടെയും സ്വപ്നമായിരുന്നു ആ ഒരു വില്ലേജ്. അതിനുശേഷം ലീഫ് വില്ലേജിലേക്ക് വീണ്ടും ഒരുപാട് ക്ലാനുകൾ ജോയിൻ ചെയ്തു. എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ടായിരുന്നു. ആക്ച്വലി ഓരോ ഷിനോബികൾക്കും ഓരോ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഒരു ഷിനോബി ആയിരുന്ന എന്റെ ലക്ഷ്യം ലീഫ് വില്ലേജ് കണ്ടുപിടിക്കുക, അത് ക്രിയേറ്റ് ചെയ്യുക, അയക്കുക എന്നതായിരുന്നു. ഞാൻ എന്റെ ലക്ഷ്യം അത് കറക്റ്റായിട്ട് പൂർത്തിയാക്കി. പക്ഷെ മാതുരയ്ക്ക് അവന്റെ ലക്ഷ്യം അത് മറ്റെന്തോ ആയിരുന്നു. അതിന്റെ പിന്നാലെയായിരുന്നു അവനവന്റെ ലൈഫ് മുഴുവൻ ഓടിക്കൊണ്ടേയിരുന്നത്. ഒരു പക്ഷേ മാതുര പറഞ്ഞ ആ ഒരു ഇൻഫിനിറ്റി സുഖിനോമി, അതായത് ലോകം മുഴുവൻ ഒരേ ഒരു വലിയ കേന്ദ്രത്തിന്റെ കീഴെ ഒതുങ്ങിക്കൂടുന്ന ആ ഒരു സന്ദർഭം, ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം മാതുരയുടെ ഡ്രീം. ആ ഡ്രീം വേൾഡില് ആരൊക്കെ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അത് മുഴുവൻ ലഭിക്കും. അവിടെ പക, വെറുപ്പ്, ബഹളങ്ങള്, വഴക്ക്, വാറ് എന്നിവയൊന്നും ഉണ്ടാവില്ല എന്നാണ് മാതുര ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് കേട്ട് ഇപ്പൊ സാസുക അവനവന്റെ പപ്പയെ ആലോചിക്കും. പപ്പ അവസാനമായിട്ട് ഹിറ്റാച്ചിയോട് പറഞ്ഞ കാര്യം, ഹിറ്റാച്ചി നമ്മുടെ പ്ലാൻ അത് ഉച്ചയാണ്. സോ നീ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഉച്ചയ പ്ലാന് തന്നെയാണ്. പക്ഷെ ഹിറ്റാച്ചി അവൻ തെരഞ്ഞെടുക്കുക ലീഫ് വില്ലേജിന്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത്